Hello dear students, Assalamu alaikum warahmatullahi wabarakatuh. Are you fine today? I hope you all are fine and safe at your home. Alhamdulillah. Take your textbook and open chapter 18. If Allah will, Insha'Allah. Okay, listen here. When we plan to do something later, say Inshallah. You should say Inshallah. What is mean that? നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ മറ്റൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ അത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവർ പറയുകയാണെങ്കിൽ അതിന് കൂടെ ഇൻഷാ അല്ലാ എന്ന് നിങ്ങൾ അതിന് കൂടെ നിർബന്ധമായും പറയണം. ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദി ടെക്സ്റ്റ് ബുക്കിൽ നല്ലൊരു പിക്ചർ കാണുന്നുണ്ടല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ. ഒരു ഫാദർ, അതുപോലെ സൺ, ഉപ്പയുടെ മോനെ. ഇപ്പോൾ മോനോട് പറയുകയാണ് വെൻ യു ഫിനിഷ് ദി സൂറ ഫാത്തിഹ, നീ എപ്പോഴാണ് സൂറത്തുൽ ഫാത്തിഹ ഫിനിഷ് ചെയ്യുക? അപ്പം മോൻ പറയുകയാണ് ഐ വിൽ ഫിനിഷ് ഇറ്റ് ടുമോറോ, ഇൻഷാല്ല, ഞാൻ നാളെ ഫാത്തിഹ പഠിച്ച് പൂർത്തിയാക്കുന്നതാണെന്ന്. അപ്പം അതിനെ കൂടെ എന്താണ് കുട്ടി പറയുന്നത്? ഇൻഷാ അല്ലാ അല്ലേ. ഇപ്പം നമ്മൾ എന്തെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അതിന് കൂടെ നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാ എന്ന് പറയും. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് ഒരു സംഗതിയും നടക്കുന്നില്ല അല്ലേ. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധി ഉദ്ദേശം ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ഇനി ചെയ്യുകയാണെങ്കിലും അതിന് കൂടെ ഇൻഷാ അല്ലാ എന്ന് നിർബന്ധമായിട്ടും പറയണം. ഓക്കെ, യു ഷുഡ് സേ ഇൻഷാ അല്ലാ. ലിസൺ, വെൻ വി പ്ലാൻ ടു ഡു സംതിങ് ലേറ്റർ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്താൽ അതിന് കൂടെ നിങ്ങൾ സേ ഇൻഷാ അല്ലാ എന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ പറയണം. ഓക്കെ, നാളേക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാവുന്നോ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനോ പഠിക്കാനോ എന്തെങ്കിലും വർക്കുകൾ ചെയ്യാനോ നിങ്ങൾ ഭക്ഷിക്കാനോ ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതിൻ്റെ കൂടെ യു ഷുഡ് സേ ഇൻഷാ അല്ലാ. ഓക്കെ, പിന്നെ കുഞ്ഞു മക്കളെല്ലാവരും ഇത് ഇനി പറഞ്ഞ് ശീലിക്കണം. ഓക്കെ, വൺസ് മോർ, വെൻ വി പ്ലാൻ ടു ഡു സംതിങ് ലേറ്റർ യു ഷുഡ് സേ ഇൻഷാ അല്ലാ. അള്ളാഹുവിൻ്റെ വിധി ഇല്ലാതെ ഒന്നും നടക്കില്ല അല്ലേ. അപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ ഒരു സംഗതിയും നടക്കില്ല. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിലൂടെ പറയുന്നത്. ഓക്കെ, ഡിയർ കിഡ്സ്, ടേക്ക് ദ നെക്സ്റ്റ് പേജ്. ഡു യു നോ, നിങ്ങൾ ഇതുവരെ പഠിച്ച ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യിക്കുകയാണ്. ഇതിൽ 5th ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ലിസൺ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് അവർ ക്രിയേറ്റർ? സേ ലൗഡ്ലി. ആൻസർ പ്ലീസ്. ഹു ഈസ് അവർ ക്രിയേറ്റർ? അല്ലാഹു അല്ലേ. നമ്മുടെ സൃഷ്ടാവ് ആരാണ്? അല്ലാഹു. ഓക്കെ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, who is our prophet? Answer, say loudly. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ദ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് അവർ ഹോളി ബുക്ക്? നമ്മുടെ പരിശുദ്ധമായ ഗ്രന്ഥം ഏതാണ്? ഖുർആൻ. അല്ലേ. സേ ലൗഡ്ലി, വിച്ച് ഈസ് അവർ ഹോളി ബുക്ക്? ഖുർആൻ. പിക്ചർ കണ്ടില്ലേ? ഖുർആൻ ഈസ് അവർ ഹോളി ബുക്ക്. വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനാണ് നമ്മുടെ വേദഗ്രന്ഥം, പരിശുദ്ധമായ ഗ്രന്ഥം. നിങ്ങളൊക്കെ റിസൈറ്റ് ചെയ്യാറില്ലേ? നിങ്ങൾ ഡെയിലി റിസൈറ്റ് ചെയ്യണം കേട്ടോ. ഖുർആൻ ഈസ് അവർ ഹോളി ബുക്ക്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് മന്ത് ഡു വി ഫാസ്റ്റ്? ആൻസർ, സേ ലൗഡ്ലി. റമളാൻ. നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്ന മാസം ഏതാണ്? റമളാൻ. നമ്മുടെ പരിശുദ്ധമായ മാസം
റമളാൻ മാസമാണ്. വൺസ് മോർ, വിച്ച് മന്ത് ഡു വി ഫാസ്റ്റ്? റമളാൻ. ഓക്കെ, നമ്മുടെ പരിശുദ്ധമായ മാസം റമളാൻ മാസമാണ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വെർ ഡു വി ഗോൺ ഹജ്ജ്? നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് എവിടെ വെച്ചാണ്? മക്ക. ഓക്കെ, സേ ലൗഡ്ലി ഓൾ ഓഫ് യു. വെർ ഡു വി ഗോൺ ഹജ്ജ്? മക്ക. പരിശുദ്ധമായ മക്കയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹജ്ജ് ചെയ്യുന്നത് അല്ലേ? എല്ലാവരും മക്കയുടെ പിക്ചർ കണ്ടില്ലേ? ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹജ്ജ് ചെയ്യുന്നത്. വൺസ് മോർ, വേർ ഡു വി ഗോൺ ഹജ്ജ്? എവിടെ വെച്ചിട്ടാണ് നമ്മൾ, ഇവിടെ പോയിട്ടാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്? മക്കത്ത് പോയിട്ടല്ലേ? ഡിയർ പേരൻസ്, നിങ്ങൾ കുട്ടികളോട് ഈ 5th ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിൻ്റെ ആൻസർ ഒരു വോയിസ് ക്ലിപ്പിലൂടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. ദ ഇൻഷാ അള്ളാ എന്നുള്ള ചാപ്റ്റർ, അതിൻ്റെ കണ്ടൻറ്റ് കുട്ടികളെ മനസ്സിലാക്കി കൊടുത്താൽ മതി. അത് ഡെയിലി ലൈഫിൽ ആ ടൈമിൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് ശീലിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.